ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനത്തുള്ള അഡ്വഞ്ചർ പാർക്കിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന 8 പോയിന്റ് കഫേയാണ്. മിക്കപ്പോഴും കൊല്ലം വരുമ്പോൾ ഞാൻ ഇവിടെ സന്ദർശിക്കാറുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരിടം കൂടിയാണിവിടെ. ധാരാളം കലാകാരന്മാരുടെ ചിത്രങ്ങളും കരവിരുതും ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. ഇന്നിവിടെ വരദം ആർ ഷാനവാസിന്റെ 150 രേഖാചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ചുമർ ചിത്രങ്ങളും കൊത്തുപണി ശില്പങ്ങളും കൊണ്ട് കൗതുകം നിറഞ്ഞ ഒരിടമാണിവിടം. ഇതെല്ലാം കണ്ട് രുചിയുള്ള വിഭവങ്ങൾ ഓർഡർ ചെയ്ത് നുണയുവാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് 8 പോയിന്റ് കഫേ. മുൻപുണ്ടായിരുന്ന ചിത്രങ്ങളും ശില്പങ്ങളും ഇന്ന് ഒളിമങ്ങിയിരിക്കുന്നു. എങ്കിലും എനിക്ക് ഷാനവാസിന്റെ ഈ ചിത്രങ്ങൾ വളരെയധികം ഇഷ്ടം തോന്നി. കാരണം മറ്റൊന്നുമല്ല, പ്രഗത്ഭരും പ്രമുഖരും മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നതുമായ വിശിഷ്ട വ്യക്തികളുടെ രേഖാചിത്രങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. പണ്ട് ഞാനും ഇതുപോലെ മിക്ക ആളുകളുടെയും രേഖാചിത്രങ്ങൾ വരച്ച് അവർക്ക് സമ്മാനമായി നൽകാറുണ്ടായിരുന്നു. അത് പ്രവാസത്തിലെ ഒരു കഥ. ഈ ചിത്രങ്ങൾക്ക് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയോ കൂടുതൽ പറയാനുള്ളതുപോലെ. ഒരുപാട് സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, അങ്ങനെ നിരവധി പേരുടെ ചിത്രങ്ങളാണ്. എല്ലാം ഞാൻ വളരെയധികം അടുത്തുപോയി നിന്ന് നല്ല രീതിയിൽ വീക്ഷിച്ചു. എല്ലാ വീക്ഷണങ്ങൾക്കൊടുവിൽ ഇവയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ ഒരു ഡയറിയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയ നിമിഷം കൊണ്ട് എല്ലാ ചിത്രങ്ങളും കണ്ടതിനു ശേഷം അതിനെക്കുറിച്ച് വിലയേറിയ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആ ഡയറിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി നമുക്ക് 2 കലാകാരന്മാരെ പരിചയപ്പെടാം. അവർ അവരുടെ കൂട്ടുകാരൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഇവരിൽ കണ്ടത് എൻ്റെ പഴയ കോളേജ് ലൈഫാണ്. ആരെ കണ്ടാലും ലൈവായി വരച്ചു കൊടുത്ത് ആളാവാൻ അന്ന് ഞാൻ ശ്രമിച്ചിരുന്നു. പഠിച്ചിട്ടുണ്ടോ? ഫൈനാൻസ് കോളേജിൽ പഠിക്കും. എവിടാ? തിരുവനന്തപുരം ഫൈനാൻസ് കോളേജ്. പേരെന്താണ്? അനു. മോൻ്റെ? കിരൺ. നിങ്ങൾ 3 പേരും എവിടെയാണോ പഠിക്കുന്നത്? അല്ല, ഇത് TTC. വർഷങ്ങൾക്കിപ്പുറം ഇവൻ ഇന്ന് എന്നെ മോഡലാക്കി എൻ്റെ രേഖാചിത്രം വരയ്ക്കുകയാണ്. വീഡിയോ നല്ലതുപോലെ കാണുന്നവർക്ക് മനസ്സിലാവും ഇവൻ ഒരു അസാധ്യ ഒരു ആർട്ടിസ്റ്റാണ്. 2 പേരും നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ പടം? ഇത് കിരൺ വരച്ച ചിത്രമാണ്. എങ്ങനെയുണ്ട്? 2 പേരും നല്ല അസാധ്യ കലാകാരന്മാരാണ്. അങ്ങനെ സന്തോഷപൂർവ്വം ഞാൻ അവിടെ നിന്നും മടങ്ങി.